അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനും അമ്മയും വീണ്ടും ഒരുമിച്ചെത്തി. കാലിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അമ്മ ഇപ്പം വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചെറുതായിട്ടൊരു വീഴ്ച വീണു. ചെറുതായിട്ടൊരു വീഴ്ച വീണു. കായ കുറച്ചൊക്കെ ഒടിഞ്ഞു. അപ്പോൾ അവിടെ കമ്പി മുന്തവും കൊടുത്തു ആണിയൊക്കെ അടിച്ചടിഞ്ഞാടെ ഇട്ടു. അത്രേ ഉള്ളൂ. പിന്നെന്താ പിന്നെ കുറച്ച് കാലത്തേക്ക് ഞാൻ കിടന്നിടത്ത് തന്നെ കിടന്നോളണം. അത് വേണ്ട. അമ്മ ഇപ്പം എനിക്ക് ഇരുന്നു, നടന്നു, ടോയ്ലറ്റിലേക്ക് ഇരിക്കുന്നുണ്ട്. ഈ ഫ്രെയിം വെച്ചിട്ട് ഫ്രെയിം വെച്ചിട്ട് അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്ക് പറ്റിയത് ഇവർ എഴുതിയിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഡിസ്പ്ലേസ്ഡ് ഇന്റർട്രോക്കാൻഡിക് ഫ്രാക്ചർ ലെഫ്റ്റ് ഫീമർ, ക്ലോസ് റിഡക്ഷൻ ആൻഡ് പ്രോക്സിമൽ ഫീമർ നെയിലിംഗ് ഡൺ അണ്ടർ ജനറൽ അനസ്തീഷ്യ. അപ്പോൾ ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു നൈറ്റിൽ വെള്ളം കുടിക്കാൻ ഏറ്റിപ്പോയി വീണതാണ്. ഈ ഹോസ്പിറ്റലിൽ, രാജഗിരി ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ വന്നത്. വളരെ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 93 വയസ്സായെങ്കിലും ഇവർ സർജറി ചെയ്യാൻ വില്ലിങ്ങായി. അമ്മയും സർജറി ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര വേദന എടുക്കും. അപ്പോൾ ഏജ് കണക്കാക്കാതെ ഏത് പ്രായത്തിലും ഇങ്ങനെ ഫ്രാക്ചർ കാര്യങ്ങളും ഉണ്ടായാലും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളതാണ് അമ്മയുടെ എൻ്റെ അഭിപ്രായം. അല്ലേ അമ്മ? ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അനങ്ങുമ്പോൾ വേദനയായിരുന്നില്ലേ? ഓപ്പറേഷൻ ചെയ്തത് നന്നായി. പിന്നെ അനസ്തീഷ്യയുടെ ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായി. ചെറുതായിട്ട് അബ്ഡോമൻ ഡിസ്റ്റൻഷനൊക്കെ വന്നു. ഇത്രയും പ്രായമായിരുന്നല്ലോ. എന്നാലും അതൊക്കെ ബെറ്ററായി. 2 ദിവസം കൂടി കൂടുതൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ 31-ാം തീയതി ചെയ്തു. ഞങ്ങളിത് 7-ാം തീയതി വീട്ടിലേക്ക് പോകുന്നു. അമ്മ 2ാമത്തെ ദിവസം തന്നെ എനിക്ക് നടന്നു. 2-3 സ്റ്റെപ്പ് വെച്ചു. പക്ഷേ ആൾ നല്ല മെൻ്റലി സ്ട്രോങ് ആണ്, ഫിസിക്കലി ഇച്ചിരി വീക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ഉഷാറായിട്ട് വീണ്ടും നമ്മൾ ഫ്രെയിമൊന്നും ഇല്ലാതെ നടക്കും. ഇപ്പം ഞങ്ങൾ ഇതേ ഈ ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അതധികം നടക്കാറായിട്ടില്ല. ആ ഫ്രാക്ചർ ഇതൊക്കെ ഹീലായിട്ട് വരണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വീഴാതെ നോക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. വയസ്സായി എല്ലാവരും ആവശ്യം വന്നാൽ മക്കളെയോ അല്ലെങ്കിൽ നോക്കുന്നവരെ വിളിക്കുക. വീഴ്ച ഒഴിവാക്കിയാൽ കുറേ വേദനയും കാശ് ചിലവും ആശുപത്രി വാസവും ഒഴിവാക്കാം. അപ്പം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാനും അമ്മയും ബൈ ബൈ. ഒരു ബൈ പറയാം അമ്മ. എല്ലാവരോടും ബൈ ബൈ. സൂക്ഷിക്കുക അല്ലേ? അമ്മയ്ക്കുള്ള എന്താ പറയാനുള്ളത്? എല്ലാവരും സൂക്ഷിച്ച് നടക്കാൻ. ഞാൻ 95 വയസ്സായി സൂക്ഷിച്ച് നടന്നപ്പോൾ 95 ഞാൻ വീണു. അവസാനം വരെ വീഴ്ചയുണ്ടാവും. അവരൊന്ന് പറ്റി. അപ്പം ശരി, ബൈ ബൈ. ഞാൻ പിടിച്ചിട്ടുണ്ട്. കൈ വിടാൻ പാടില്ല. ഇതിപ്പോൾ അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 1 മാസമായി. അത് ചെക്കപ്പിന് വേണ്ടി ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ അമ്മ നടന്ന് വീൽ ചെയറിലിരുന്നിട്ട് ഞങ്ങൾ താഴെ ഇറക്കി. വലിയ സ്റ്റെപ്പ് കയറാറായിട്ടില്ല, ചെറിയ സ്റ്റെപ്പൊക്കെ കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് അമ്മ മാനേജ് ചെയ്തു. അതായത് പറയുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് നമ്മൾ കട്ടിലിൽ നിന്ന് ഇരിക്കുമ്പോൾ കാല് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് ചെയ്തുകൊണ്ട് ഇപ്പോൾ 1 മാസമായപ്പോൾ ആളെ ഇരിക്കാൻ വേണ്ടി മാത്രം സഹായിച്ചാൽ മതി. ഫ്രെയിമിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. ദിവസങ്ങൾ ഇതിന് ശേഷം ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പം വളരെയധികം പൊട്ടി കഷ്ണങ്ങളായിരുന്ന എല്ലൊക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. 1 മാസം കൂടി ഇങ്ങനെ വാക്കറിൽ പിന്നെ ഇനി ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. വീഴാതെ സൂക്ഷിക്കുക, ഏറ്റവും പ്രധാനം അതാണ്. പ്രായമുള്ളവർ എപ്പോഴും 1 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം നിൽക്കുക.
നടക്കാനൊക്കെ നമുക്ക് തലകറങ്ങുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ കസേരയോ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മക്കൾ നോക്കി അതൊക്കെ മാറ്റി വെച്ചിട്ട് വഴി ഒഴിവാക്കിയിടണം. അപ്പോൾ ആൾ വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. രാത്രി കിട്ടുന്ന രീതിയിൽ അവർക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ബൈ. നല്ല പദം കൊണ്ടൊക്കെ അത് പണ്ടത്തെ സെറ്റപ്പായിട്ട് ഇപ്പോൾ 6 ആഴ്ചയായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അമ്മ തന്നെത്താൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. എന്താ ഒരു കുട്ടി ഹെൽപ്പിനുണ്ട്. എന്നാലും നീ നീങ്ങുന്ന അമ്മ തന്നെ വീൽ ചെയറിൽ വാക്കറിൽ തന്നെ നടക്കും. അടുക്കളയിൽ പോയി അമ്മ ഉഷാറായിട്ട് തന്നെ നടക്കണ്ട, സഹായിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങി. പിടിച്ചെനിപ്പിക്കാൻ മാത്രം ചെറിയൊരു കൂട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക. പിന്നെ അമ്മേനെ പഠിപ്പിച്ച രീതിയിൽ തന്നെ അമ്മ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം നേർന്നു. പിന്നെയും നമുക്ക് കാണാം. നീരാണ്